മോട്ടായി ഞാനിടായിരുന്നു. ബോട്ട് അയ്യോ എടുത്ത് ബോട്ട് ഇട്ടേന്ന് കുറച്ചുപേര്. നേരത്തെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ കത്തിപ്പോയത്. അപ്പൊ ആളാരായിരുന്നു? അത് നമ്മളൊന്നും പറയായിരുന്നെങ്കിൽ അതൊന്നും പറയാം. ബ്രോ ഒരാള് ഞാൻ പറഞ്ഞുതരാം. ആ വണ്ടി ഇരുന്ന സമയത്താണ് അവര് ഞങ്ങൾ ഹോസ്പിറ്റലോട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എതിരെ വണ്ടി ലീസ്റ്റ് ആയതുപോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ അവന്റെ പിഒവിൽ ഇട്ടില്ല. സൈറക്സ് ആയിരുന്നു. സൈറക്സ് ആണ്. ഓക്കെ, സൈറക്സിന്റെ കാര്യം അല്ല ബ്രോ. അത് കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് കൊണയടിച്ചൊരു പയ്യനുണ്ടായിരുന്നു. ഈ കണ്ണിൽ ഇങ്ങനെ ബ്ലാക്ക്. അത് ആരാണെന്നാണ് ചോദിച്ചത്. അയ്യോ, ഇത് ഞാൻ എവിടെ സംസാരിക്കുന്നത്? ഹലോ ബ്രോ, ഹലോ കേക്കാമോ? ബ്രോ ഞാൻ അവിടെ അടി ഉണ്ടായ സമയത്ത് നിങ്ങളുടെ കണ്ണില് ഒരു ബ്ലാക്ക് ഇത് വെച്ച ഒരു പുള്ളി ഉണ്ടായിരുന്നു. അത് ആരാന്നാ ചോദിച്ചത് ബ്രോ? ബ്രോയാണോ അവിടെ നിന്ന് സംസാരിച്ചത്? പേരെന്തോ? അല്ല പേരെന്താ? പേര് എത്ര വട്ടം നിന്നോട് ഞാൻ ചോദിച്ചു നിന്റെ പേര്. അപ്പൊ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ പറയാൻ. സോറിയും പറഞ്ഞ നിന്റെ പേരും ചോദിച്ചു. പേര് ചോദിച്ചപ്പോഴത്തേക്ക് നീ എന്തോന്നും പറഞ്ഞ വണ്ടി കയറി അങ്ങ് പോയി. എടാ, അറ്റ്ലീസ്റ്റ് നിന്റെ ഗ്യാങ്ങിൽ ആരാണേലും ഇങ്ങനത്തെ പരിപാടി കാണിക്കുമ്പോ അറ്റ്ലീസ്റ്റ് മര്യാദയ്ക്ക് അവിടെ നിന്ന് സംസാരിക്കാനുള്ള ഇത് കാണിക്കണം കേട്ടോ. നീ എന്തോ പേര് പറഞ്ഞു? നീയല്ലേ പറഞ്ഞ പേര് ചോദിച്ചില്ലല്ലോ. എടാ നീ ഇപ്പൊ പറഞ്ഞ പേര് ചോദിച്ചില്ലല്ലോ. എന്നിട്ട് നീ തന്നെ പറയുന്നത് പേര് പറഞ്ഞത്. എടാ ഞാൻ പേര് ചോദിച്ചില്ലെന്നല്ലേ നീ പറഞ്ഞത്? ഞാൻ പേര് ചോദിച്ചില്ലെന്നല്ലേടാ നീ പറഞ്ഞത് ഇപ്പം? അല്ല, ഞാൻ പേര് ചോദിച്ചില്ലെന്നാണോ നീ പറഞ്ഞത്? പിന്നെ അങ്ങനെ നീ ചുമ്മാ ഇരുന്നോ? ഞാൻ ത്രക്സ് എന്ന് പറഞ്ഞിട്ട് കിടന്നാ? ഞാൻ നിന്റെ പേര് ഇപ്പോഴാണല്ലോ അത് ഇട്ട് കേൾക്കുന്നത്. എടാ സോറി ചോദിച്ചു, സോറി പറയാൻ പറ്റില്ല. സോറി കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നീ സോറി പറയാണെ പോയിക്കോ. ഞാൻ സോറി പറയേണ്ട കാര്യമില്ല, കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നീ ആണല്ലോടാ അവിടെ കൊണ അടിച്ചത്. നീ കൊണ അടിച്ചല്ലേടാ? നീ കൊണ അടിച്ചതിന് സോറി പറഞ്ഞിട്ട് പോടി. അപ്പൊ എങ്ങനെ സിറ്റുവേഷൻ ആയിട്ട് എടുക്കാനാണോ താല്പര്യം? അപ്പൊ പിന്നെ സിറ്റുവേഷൻ ആയിട്ട് എടുക്കാം. സോറി പറയാൻ പറ്റത്തില്ലെങ്കിൽ സിറ്റുവേഷൻ ആയിട്ട് തന്നെ എടുക്കണം. നീ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞിട്ട് പോ. എടാ ഞാൻ ഓക്കെ, ഞാൻ അതാടാ പറഞ്ഞ നിനക്ക് സിറ്റുവേഷൻ ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ സോറി പറഞ്ഞില്ലെങ്കിൽ മനസ്സിലായോ? ഇവന് വയ്യടാ ഇവനക്ക്. നീ ഗ്യാങ് തന്നെയാടേ അതോ വല്ല നേഴ്സറി പോയി കയറാ? നീ ഒരു നേഴ്സറി ഇട്, എന്നിട്ട് അവളെ പാല് കുടിച്ചിരി കേട്ടാ. അവനൊരു സോറി പറഞ്ഞത് വിടാൻ ബ്രോ. അവൻ കൊണ അടിച്ചതിനാണ് സോറി പറയാൻ പറഞ്ഞത്. പറ്റുമെങ്കിൽ പറയടാ. എന്താടാ ഇതൊക്കെ? എന്താ നീ അവിടെ നിന്ന് എന്തൊക്കെയാ പറഞ്ഞില്ലടാ? അതിനുള്ളത് സോറി പറഞ്ഞിട്ട് പോകും. ഓക്കെ. നിങ്ങളെ ആദ്യം ഒരു വട്ടം വണ്ടി ഇടിച്ച് സോറി പറഞ്ഞു. രണ്ടാമതും വണ്ടി ഇടിച്ചല്ലോ, അതിന് ത്രിക്സ് നീ ഒരു സോറി പറഞ്ഞോ വണ്ടി ഇടിച്ചതിന്? വണ്ടി ഇടിച്ച് നിന്റെ ഗ്യാങ്ങാണോ? ഗ്യാങ് നിന്റെ ആണോ? നോട്ടെന്ന് പറയുന്ന ഈ തീട്ടക്കണ്ടി ഗ്യാങ് നിന്റെ ആണോ? ആണെങ്കിൽ സോറി പറഞ്ഞിട്ട് പോടാ. സോറി ചെയ്യാൻ പറ്റൂലെങ്കിൽ ആ സിറ്റുവേഷൻ ആയിട്ട് തന്നെ എടുക്കാം. അത് തന്നെ എനിക്കും താല്പര്യം. നിന്റെ സോറി ആയിട്ടിട്ട് എനിക്ക് ഇവിടെ ഒന്നും ഉണ്ടാക്കാല്ലേ. സിറ്റുവേഷൻ ആയിട്ട് എടുക്കാം. പാടാന്ന പിന്നെ വാ ഉണ്ടാക്ക്. നീ അടിച്ചിടാൻ പറ്റും, അടിച്ചിട്ട് ഉണ്ടാക്കടാ. നിന്റെ സോറിയും പറയുന്നത് എനിക്ക് അല്ലെങ്കിലും കേൾക്കണ്ട. നിന്റെ സോറി എടുക്കാൻ വേണ്ടി അല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാണിച്ചതാ. വാ. നിന്റെ സോറി ഇട്ടിട്ട് ഇവിടെ ഒന്നും കിട്ടാനില്ലടാ. നിന്നെ അടിക്കാൻ തന്നെ ഇവിടെ ഒന്ന്. ഒന്ന് പോടാ മൊണ്ണ, ഇറങ്ങി പോടാ. റേഡിയോ ഇറങ്ങി പോടാ മൊണ്ണെ. എടാ മൊണ്ണ തീട്ടമേ ഇറങ്ങി പോടാ. റേഡിയോ ഇറങ്ങി പോടാ. പട്ടി തീട്ടകളെ ഇറങ്ങി പോടാ. പാൽക്കുപ്പികളെ എടാ പാൽക്കുപ്പികളെ ഇറങ്ങിപ്പോക്കോ. തീട്ടക്കണ്ടി എടാ ഇനി കൊണ അടിക്കടാ. നീ പറ്റുമെങ്കിൽ വാ, വന്ന് അടിച്ചിട്. നീ പറ്റുമെങ്കിൽ വന്ന അടിച്ചിട്. അയ്യേ 5 പേരെ ഒന്ന് സോറി പറഞ്ഞു, എന്നിട്ട് അവന് പറ്റൂലെന്ന്. എടാ ഏതോ കൊച്ചിറക്കൻ അയ്യോ
വാവച്ചി മോലൊക്കെ പോയി പാല് പിടിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്, അല്ലെങ്കിൽ ചേട്ടന്മാരെല്ലാം കൂടെ കൈ മെഞ്ഞ് കളയും കേട്ടാ. ആ ഏയ് പിള്ളേരെ എടാ പിള്ളേർക്ക് ഉണ്ടോ സിറ്റിയിൽ? ഗ്യാങ്ങിലൊക്കെ പിള്ളേർക്ക് കളിക്കാൻ പറ്റുമോ? എന്താ ബ്രോ ഈ പിള്ളേർക്ക് ഗ്യാങ്ങിലോടെ? കൊച്ചു പിള്ളേർക്ക് ഗ്യാങ്ങിലാ? 15 വയസ്സുള്ള പയ്യനാടാ, 15 വയസ്സുള്ളവനെടാ, 15 വയസ്സുള്ളവനെ കിടന്ന് കൊണയാ. എന്താ സബർജല്യ സബർജല്യന്നാ സബർജല്യ. ആ എടാ ഈ എടാ ഒരു മിനിറ്റാ എടാ ഈ കൊച്ചു പയ്യന്റെ പേരെന്തോ? മോന്റെ പേരെന്തോടാ? ഇവിടെ മോന്റെ പേരെന്തോടാ? മോനെ പേരെന്താ? മോനെ പേരെന്താ? എന്താ എടാ മനസ്സ് എന്താണ്? പേരാണോടാ ഇങ്ങനെ? ഇതെങ്ങനെ എഴുതി? അതെ അതെ എടാ ഇവന്മാരുടെ ഗ്യാങ്ങിന്റെ പേര് കേട്ടോ? അളിയ മാഡിക്കണ്ടി ഇവന്മാരുടെ ഗ്യാങ്ങിന്റെ പേരുണ്ടോ? നോട്ട് 69. അതായിരിക്കും 69 അടിച്ചിരിക്കല്ലടാ, അതാ സംസാരിക്കത്ര പാട്. എടാ ഇതെങ്ങനെ ഇനിഷ്യലല്ലേ? മച്ചു ഇതാരാണ്? ഇത് കുറുപ്പാണോ? എടാ പിറ്റിയാ വാ കളിക്കാം വാ. നോക്കിക്കോണേ ഇപ്പൊ നമ്മൾ വേണ്ടി പോണ നോക്കണേ പോണ നോക്കണേ. ഇതുണ്ടോ? എടാ ഒരു വെള്ളത്തിൽ പോയി. എടാ എങ്ങോട്ട് പോയി? ആരാ കത്തിയാരാ? എടാ ചർച്ച അവര് ചർച്ചുണ്ട്. എടാ ഞാൻ ഇൻഫോ എടുത്തരാ, വെയിറ്റ്. എന്റെ നല്ല സ്പീഡുണ്ട്. നമ്മളിറങ്ങി ചത്തേട്ടാ വെച്ചിട്ട്. നമ്മളെത്ര ഉണ്ട്? ബാസോണ്ണ അമ്മ ഇവിടെ ഹാർമണി കുത്തിയേ. ഹാർമണി മലയുടെ മണ്ടേ കൊണ്ട് നമ്മളെ പണ്ണ വരുമോ ഇനി? വേറെ ഗ്യാങ്ങാണ്. നമ്മൾ ഗ്യാങ് അറിയാം. അറിഞ്ഞില്ല.
എടാ ഒരു വണ്ടി ഹാർമണ്ടി ഈ പാലത്ത് വരണം എടാ. എടാ ചർച്ച കഴിഞ്ഞാൽ അവർ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല അമ്മ കൂടെ നമ്മളെ ഇന്ന് ചേച്ചി അറിഞ്ഞൂടെ, നമ്മളെ പക്ഷെ ബാക്കിൽ പോണേ. എടാ പാസന 40022 മല 4022 4022 മല റിബലിന്റെ ഓപ്പോസിറ്റ് മല. ഇല്ല ഇല്ല അവരവിടെ പൊക്കോണ്ടിരിക്കുക. അവിടെ നമ്മൾ വണ്ടി കൊടുക്കാൻ തുറ അമ്മർക്ക്. ചന്ദ്ര 3046 പോവാം. എന്റെ മാർക്ക് ബഗ്ഗായിട്ടാണ് അങ്ങോട്ടൊന്ന് പോവാം. എന്നാലും ശരി. അങ്ങനെ പോയല്ലേ, നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. പെട്ടാ ഒന്നും ചെയ്യാൻ പറ്റും. ഞാൻ റേഡി ഇറങ്ങി. റിപ്പയർ ആളുണ്ടോ? ഇല്ല ഇല്ല, മലയിലുണ്ട്. മല ലെഫ്റ്റ് കണ്ട, ലെഫ്റ്റ് ബൈക്കില് ഇടിച്ചെറിപ്പിച്ചാലാ പോയി. നമ്മളെ ഫ്രണ്ടിൽ പിള്ളേർ ഇരുന്നുണ്ടോ? വാ വാ. ഓക്കെ ഓക്കെ ഓക്കെ. കുത്തില്ല 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 കുത്തില്ല. ചിൽ ചിൽ ചിൽ. അതിന് തള്ളരുത്, നിങ്ങൾ ബാക്കിൽ സപ്പോർട്ട് തരാം. ബാക്ക് അവന്മാര് നോക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. നമ്മൾ രണ്ടുപേരും ഇവിടെ ഇറങ്ങിയ നിന്റെ തള്ളല്ലേ, അവിടെ തള്ളല്ലേ. തള്ളുവാണെ പറയണം കേട്ടോ, തള്ളുവാണെ കോള് പറയാം. ഇല്ല ഇല്ല, എന്റെ വണ്ടി നിർത്തിയിട്ടില്ല, എന്നോട് നിർത്തിയിട്ടില്ല, എന്നോട് നിർത്തിയിട്ടില്ല. നിങ്ങൾ വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് വരാമോ? സമയം ഡിലേ ആക്കരുത്, ഡിലേ ആക്കരുത്. നിങ്ങൾ വരണം. നമ്മൾ വെയിറ്റ് കൊടുക്കാം, വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു 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 അടിച്ചൊക്കെ എറിഞ്ഞ നമ്മളിവിടെ ഉണ്ണാൻ തുടങ്ങിയിട്ട് 4 സൈഡിൽ നിന്ന് പള്ളിയാ വരാം, 4 സൈഡിൽ നിന്ന്.
ഒരു കോടും കൂടെ അതായത് അവന്മാരുടെ 1 or 2 പേര് കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അത് മറ്റേ അങ്ങ് നമ്മുടെ ഗ്യാങ്സിന്റെ ആ ഏരിയയിലിട്ടോ നമ്മൾ ഈ വന്ന വഴി സ്റ്റാൻഡി വന്ന വഴി അമലുണ്ടോ പറയണ ഇറങ്ങാൻ നേരത്ത് പറയണേ. ഒരു വണ്ടി അവിടെ വൺവേടി ഈസിക്കില്ലടാ ഈസി വൺവേ മാത്രം കാലടിയുടെ അവനില്ല. അടിച്ചോക്കെ കേറി പണ്ണ്. തള്ളു കരിച്ചെടുത്തല്ലോടാ നിന്നൊക്കെ. സോറി പറയാൻ പറഞ്ഞല്ലേ എടാ, സോറി പറഞ്ഞിട്ട് വീട്ടിൽ പോണം, അല്ലെങ്കിൽ ഇതുപോലെ കരിയും കേട്ടോടാ. ഇതുപോലെ നടന്ന് കരിയും നീയൊക്കെ. സോറി പറയാൻ പറഞ്ഞ ഏതവനാണെങ്കിൽ സോറി പറഞ്ഞിട്ട് വീട്ടിൽ പോണേ വീട്ടമേ. എന്തുണ്ടായ നമ്മൾ അറിഞ്ഞു പോലും ഇല്ലൊന്നും. ഒന്ന് രണ്ട് പേരെന്തോ. എടാ ഹോസ്റ്റേ എടുക്കണേ. ഒരു കോളും കൂടെ അതായത് അവന്മാരുടെ 1 or 2 പേര് കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അത് മറ്റേ വന്ന വഴി സ്റ്റാൻഡി വന്ന വഴി എടാ ഇതല്ലടാ, എടാ കണ്ണാപ്പിയെ അവനേതാ കണ്ണാപ്പി എവിടെയാ കണ്ണാപ്പി? ഇവനല്ലേ എടാ, ഇവനാണ്. ഈ മാർക്ക് ഇവൻ. ഒരു സോറി പറഞ്ഞ തീരാവുന്ന പ്രശ്നേ ഉള്ളായിരുന്നല്ലടാ. സിമ്പിൾ ആയിട്ട് ഒരു സോറി പോയിരിക്കலாம்ல. പിന്നെ അല്ലാതെ വെച്ച് കത്തി വിടുறோமா இல்லையா? കത്തിച്ചു വിടാം. ഏതാടാ? വെരി ട്രൂ. എന്താടാ സാവജ്? ആരാ ഇല്ല എടാ മുമ്പ് ഒന്നുമില്ല പറഞ്ഞ കർമ്മ റിയൽ. അതെ കർമ്മ റിയൽ. റിയൽ ബ്രോ ഇവര് ഇവിടെ തന്നെ ഇനി ഉണ്ടല്ലോടാ. ഈ തീട്ടങ്ങളുടെ കീഴിൽ എന്താ പറയണേ? എന്ത് കിടക്കട്ട് ഇരിക്കട്ട് കുടിക്കടാ നീയൊക്കെ. ചക്കര പേരെന്തായിരുന്നു? ചക്കര എടി കള്ളി പേരെന്തായിരുന്നു ഇതിന്റെ? എടാ എല്ലാരും കത്തിക്ക്, അവനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ശരി, പ്രീ വാറിൽ കാണാം. ഇനി തരാം. ആടിക്കെന്നിക്ക് ദൂറാമുട്ടി. എടാ നീല, നമ്മൾ ഇവനല്ലേ ഒരു പാലത്തിൽ കൊന്ന്? ഇവനെയാണ് ഞാൻ വിളിച്ചത്. ഇതാരടാ? ഇതാരാ? എടാ പാല, ഇവനായി വന്നേടാ. ഇവൻ ഡ്രസ് ഇടുന്നില്ല. ഹലോ വാസണ്ണ. നമ്മൾ ഇവനെ ആദ്യം കൊന്നയാണ് നീല, ഓർമ്മയുണ്ടോ? ഇവനെ ഇവനാ എന്താ സംഭവം? എടാ ഹോസ്റ്റേജ് ആറിയില്ലടാ.
ആ ഓക്കെ 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 നീ എന്തിട്ടാ സാറ്റ് കളിക്കാൻ വന്നതാ വിളിച്ചിരുന്നിട്ട് ആ അല്ലല്ല ഇവൻ നമ്മൾ കൊന്ന എവിടെ അറിയോ മറ്റേ എസ്പമിന്റെ അവിടുത്തെ പാലത്തില് എന്നിട്ട് അവിടെ നിന്ന് EMS-നോട് എലിക്കേറി അല്ലെ ബാല അയക്കൂ എലിക്കേറി ഇവിടെ വന്നേക്കണ്ടാ ഇവനെ എങ്ങനെ കൊന്നോ ബാലക്ക് ഇവൻ പോച്ചക്കകത്ത് ടീഷർട്ട് ഇരിക്കുവായിരുന്നു ആ ബുദ്ധിമാനാണ് അവന്റെ പേരെന്താ അയ്യോ ഗാന്ധി സ്വപ്നം കണ്ട് എക്സ്റ്റാൻഡിച്ചതാണ് മറ്റേ പുള്ളിയുടെ പേരെന്തായിരുന്നു? നീ സാബു 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 കടിക്കോടാ നീ കടിക്കോടാ. അല്ല അതിന്റെ കൊണ ഇതൊന്നും ആയിരുന്നില്ലല്ലോടാ റേഡിയോയില് ഫസ്റ്റ്. അല്ല നീ എന്തൊക്കെ ചെയ്യുന്ന മലത്തോന്നൊക്കെ പറഞ്ഞല്ലോടാ റേഡിയോയില് എന്ത് കണ്ടില്ല ഈ മലന്നടക്കം നമ്മള് കണ്ട കേട്ടാ എന്താ ചേച്ചിക്ക് ആ ടൈമിൽ വല്ല എനിക്ക് വന്നടാ വാല ആ ടൈം താളമൊന്നും വേണ്ട മനസ്സിലായോ? വാല ആ ടൈമില് മ്യൂസിക്സ് ആയിരിക്കും. ഇപ്പൊ അത് പോയില്ലടാ അടുത്ത് എത്തിയില്ലടാ. റേഡിയോ കിടന്ന് കുറച്ച് 5-6 വട്ടം സോറി പറഞ്ഞിട്ട് വിട്ടോ. കൊല്ലാൻ പോലും സോറി പറയാതെ കൊടുത്തില്ല കാണിച്ചല്ലോടാ. സോറി പറയും നിന്റെ ഹോസ്റ്റേജ് ഇവിടെ ഇരിക്കുക കേട്ടോ. നിന്റെ കൂട്ടത്തിൽ ഒരുത്ത ഹോസ്റ്റേജ് ആയിട്ട് ഇവിടെ ഇരിക്കുക. നീ പറഞ്ഞിട്ട് പോയാൽ മതി. നിങ്ങൾ കുടുംബമായിട്ട് മണ്ടത്തരം കാണിക്കുന്നവരാണല്ലോടാ. മണ്ടത്തരങ്ങൾ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുകയാണ്. നമുക്കതൊരു ത്രില്ലായിരുന്നുണ്ടത്. നമുക്കാണ് അഡ്വാൻറ്റേജ് മനസ്സിലാക്കി. അമ്മ ഇടിച്ചൂടാ. അമ്മ ഇടിച്ചു കഴിഞ്ഞാ ഇതാണ് അപ്പൊ അമ്മ കൂട്ടിക്കൊണ്ടുപോകാൻ ഇടിച്ചാണ്. എന്തൊരു ഗതികേട് എന്തൊരു ഗതികേട് അല്ല ഇത് ഇങ്ങനെ ഇത്ര ഇതാകുമ്പോ സോറി പറയണമല്ലോ. ഡിമാൻഡല്ലേ എന്താണ് സാധനം അവന്റെ? എടാ എന്താടാ ചെവിത്തല്ലടാ ചെവിത്തല്ലടാ നിനക്കൊന്നും. ഹലോ 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 നിങ്ങൾ അടിച്ചു കൊന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇനിയിപ്പോ അവരെ കൊണ്ട് ഡിമാൻഡ് അല്ലല്ല അമ്മര് അല്ലല്ല അല്ലല്ല നമുക്ക് സോറി വേണ്ട. ലൈക്ക് അതായത് ലൈക്ക് അവന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അല്ല അഡ്വിനെ ഞാൻ ചോദിക്കുന്ന കാര്യമില്ലേ? അല്ല അല്ല മനസ്സിലായി. ലൈക്ക് ബ്രോ ഇത്ര നേരം വെയിറ്റ് ചെയ്യാൻ 10 മിനിറ്റ് ആയിട്ട് അവന്റെ അടുത്ത് ചോദിക്കുക. അവൻ പിന്നെ വെറുതെ ആയതുകൊണ്ടിരുന്ന് മാസം അടിച്ചോണ്ടിരുന്നപ്പോ കാണാൻ പോയതുകൊണ്ട് കൊന്നത്. കുഴപ്പമില്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. കത്തിച്ചു വിട്ട് കത്തിച്ചോണ്ട് ഇനി അത് സോറി പറയിപ്പിക്കാനാണ് അഡ്മിൻ വന്നത്. പക്ഷെ അവനെ നമ്മൾ വെടിവെച്ച് കത്തിച്ചോണ്ട് പറ്റത്തില്ല. കുഴപ്പമില്ല മതി. അഡ്മിനെ വിളിച്ച് ഡിവി
താങ്ക് യു നാളത്തേക്ക് ഇല്ല ബ്രോ നാളത്തേക്ക് നാളത്തേക്ക് ഇല്ലല്ലോ നമ്മള് നാളെ വേറൊരു സിറ്റുവേഷൻ ഉണ്ട് ബ്രോ നമുക്ക് വേറൊരു നാളെ നമുക്ക് ഓൾറെഡി ചെയ്യാറായിട്ട് വാറുണ്ട് ആ ബ്രോ അതിപ്പോ ഡ്രോപ്പ് ആയിക്കോ നിങ്ങൾ കുഴപ്പമില്ല കാരണം നിങ്ങളുടെ ബിഹേവിയർ അത്ര ശരിയായിരുന്നില്ല ബ്രോ നിങ്ങളുടെ ഇവിടെ ആൾക്കാർ വന്നിട്ടേ അപ്പൊ അത് അതിനനുസരിച്ച് പോട്ടെ ബ്രോ അതായിരിക്കും നല്ലത് അനച്ചേട്ടാ സുഖാണ് അനച്ചേട്ടാ എവിടാ കാണാനല്ലോ അനച്ചേട്ടാ